ഈ അടുത്ത് കണ്ട ഒരു പരിപാടിയാണ്. വളരെ കൗതുകരമായി തോന്നിയ ഒരു പരിപാടിയാണ്. ഒരു കറണ്ട് പിക്ക് എടുത്തിട്ട് അത് നമ്മുടെ ചാറ്റ് ജിപിടിയിൽ അപ്ലോഡ് ചെയ്തിട്ട് ഇതിനെ വേറെ രൂപത്തിലേക്ക് മേക്ക് ഓവർ ചെയ്യാൻ പറയുന്ന ഒരു ടെക്നിക്ക്. ഇപ്പം എനിക്ക് തോന്നി നമ്മുടെ കിച്ചണ് ഒന്ന് മേക്ക് ഓവർ ചെയ്താലോ എന്ന്. ഞാനങ്ങനെ ഒരു പിക്ചർ എടുത്ത് നമ്മുടെ ചാറ്റ് ജിപിടിയോട് ചോദിച്ചു, ഇതിനെ പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ ചേഞ്ച് ഒന്നും വരുത്താതെ മാറ്റിത്തരാൻ പറ്റുമെന്ന്. അപ്പോൾ ആൾ തന്ന പിക്ചറാണ് ഇത് കേട്ടോ. ഇതിലിപ്പോൾ എന്താ മാറ്റം? എൻ്റെ കൗണ്ടർ ടോപ്പിലത്തെ സാധനങ്ങളൊക്കെ മാറ്റി വെച്ച് ആൾ നന്നൊന്ന് വൃത്തിയാക്കി തന്നു. എന്നാൽ പിന്നെ അടുത്ത ഭാഗം എടുക്കാമെന്ന് വിചാരിച്ച് അതിലൊരു പിക്ചർ കൊടുത്തപ്പോൾ അതിലും വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ ആള് ഈ കാണുന്ന രീതിയിലാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഒരു കുപ്പി മാത്രം അവിടെ വെച്ചിട്ടുണ്ടെന്നുള്ളൂ. അങ്ങനെ ഞാനൊരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഈ കാണുന്ന രീതിയിൽ തന്നെ മേക്ക് ഓവർ ചെയ്യാൻ വെച്ചിട്ട് തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നത് ശ്രീയാണ് കേട്ടോ. നമുക്ക് ഇന്നത്തെ അംഗം ദാ ഇവിടെ തുടങ്ങാം. തന്നെ കിച്ചൺ ക്ലീനിങ് ആണ് ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി. അതും നമ്മുടെ ചാറ്റ് ജിപിടി പറഞ്ഞ പോലെ തന്നെ ഒരു മേക്ക് ഓവറിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിശ്രമമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കിച്ചണിൽ 3 സെക്ഷനാണുള്ളത്. ഒരു വർക്ക് ഏരിയ, മെയിൻ കിച്ചൺ, പിന്നെ ഒരു കുഞ്ഞ കിച്ചൺ. എന്നെന്നും അങ്ങനെ വൃത്തിയാക്കി ഇടുന്ന ഏരിയ ഒന്നും അല്ലെങ്കിൽ സ്റ്റോർ റൂം എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2-3 ആഴ്ച കൂടുമ്പോഴാണ് ഞാൻ ഇവിടെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്റ്റോറിങ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് നമ്മൾ പാക്കറ്റ് പൊട്ടിക്കാത്ത ഐറ്റംസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ വലിയ ഡബ്ബകളിലാക്കിയിട്ടാണ് ഒരുക്കി വെക്കുന്നത് കേട്ടോ. ഇന്ന് ശ്രീകുടൻ്റെ ക്ലാസ് ഇല്ലാത്ത കാരണം കൊണ്ട് അവനും കൂടെ കൂടാമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ പിടിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം കാണുള്ളൂ, അത് കഴിയുമ്പോൾ ആൾ TV കാണാൻ പോകും കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു സോപ്പിടലാണ് നടക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിൽ വലിയ കാര്യമായിട്ടുള്ള ക്ലോസ്റ്റർ ഒന്നും കൊടുത്തിട്ടില്ല. മൊത്തത്തിൽ ആ വാതിൽ അടച്ചിടുമ്പോൾ ആ ഒരു ഏരിയ ഇൻവിസിബിൾ ആവുമെന്ന് മാത്രം. അതിന് ഹാൻഡിലൊന്നും കൊടുക്കാത്ത കാരണം കൊണ്ട് പ്രത്യേകിച്ച് ഒരു റൂമാണെന്ന് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തപ്പുമ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് കിട്ടും. അതൊക്കെ തൊട്ടപ്പുറത്ത് വേറൊരു സ്റ്റോറിങ് ഏരിയ ഉണ്ട്, അവിടേക്ക് കൊണ്ടിടുകയാണ് ചെയ്യാറുള്ളത്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു സ്റ്റോർ ഏരിയ ഉണ്ട്, അതിലേക്ക് വലിച്ചു വെക്കുന്ന പരിപാടിയാണ് കേട്ടോ. അവിടേക്ക് നമുക്ക് കയ്യെത്തില്ല, അത് കാരണം കൊണ്ടാണ്. ഇതുപോലെ തന്നെ കാണാണ്ട് പോയ ഒരുപാട് ഐറ്റംസ് ആഴ്ചയിൽ ഒരിക്കലും ഇവിടെ ക്ലീൻ ചെയ്യുമ്പോൾ കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നാൾ മുമ്പ് ഞാൻ മേടിച്ച് വെച്ചതാണ് നമ്മുടെ ഈ ശ്രീ ഭഗവതി മഠത്തിൻ്റെ ഈ ഒരു സോപ്പ് എന്ന് പറയുന്നത്. ഞാനല്ല, ഭാഗ്യനാണ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ മുഖത്ത് കഴുകുന്നത് ഈ മൈൽഡായിട്ടുള്ള സോപ്പ് കൊണ്ടാണ് കേട്ടോ. ഇപ്പം എന്തെങ്കിലും ക്രീമുകളോ അല്ലെങ്കിൽ ഫേസ് പാക്കുകളോ ഒക്കെ ഇട്ടിട്ട് നമ്മളെപ്പോഴും മൈൽഡായിട്ടുള്ള ഷാമ്പൂ അതുപോലെ തന്നെ സോപ്പൊക്കെ യൂസ് ചെയ്യണം എന്ന് പറയില്ലേ, അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. രക്തചന്ദനം മഞ്ഞൾ സോപ്പ് എന്നാണ് തോന്നുന്നു അതിൻ്റെ പേര്. നല്ല മണം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഇവിടെ ചെയ്യാണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് പല്ലി എന്ന് പറയുന്നത്. ഇത് എനിക്കറിയില്ല, പെപ്പർമിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പ്രേ ആണ് ഇത്. കണ്ടോ, നമ്മുടെ പെപ്പർമിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് ഇത്. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഫോർക്കാണോ തപ്പണാമരമാണ്? ഈ പെപ്പർമിൻറ്റ് ഡൈല്യൂട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്മെല്ല് ഉണ്ടാവുക കേട്ടോ. അത് ഞാൻ നമ്മുടെ ഏതെങ്കിലും വെള്ളം അതിൽ പിന്നെ ലിക്വിഡ് എന്തെങ്കിലും രീതിയിലുള്ള സോപ്പിൻ്റെ ലിക്വിഡും വിനാഗിരിയും ചേർത്ത് മിക്സ് ചെയ്യും. എന്നിട്ട് ഇതുപോലത്തെ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് തുടക്കിയേ ചെയ്യാറുള്ളത് കേട്ടോ. നല്ല രീതിയിൽ അഴുക്കും പോവും, മാത്രമല്ല ഉറുമ്പ്, പല്ലി, പാറ്റ ഈ വക സംഭവങ്ങളൊന്നും വരില്ല. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങളായിട്ടുള്ള തുണികളിൽ നമ്മുടെ ഈ പെപ്പർമിൻറ്റ് നമ്മൾ പുരട്ടി കൊടുക്കണം. അതിങ്ങനെ ഓരോ മൂലക്കിലായിട്ട് വെച്ച് കൊടുക്കണം. കുറേ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കും. പിന്നെ അടച്ചു വയ്ക്കുന്ന പെട്ടികളിലാണ് കൂടുതലും നമ്മളത് ഇടുന്നത്. നമ്മുടെ ഫുഡ് പ്രൊഡക്റ്റുകൾ ഇങ്ങനെ കണ്ട പെട്ടികളിലാക്കിയിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പം അതിനൊന്നും ആവില്ല, അതിൻ്റെ ഉള്ളിലേക്കൊന്നും പല്ലികൾ കയറില്ല. ഇത് ഇത്തിരി എക്സ്പെൻസീവ് ആണ് കേട്ടോ. 10,900 രൂപ വിലയുണ്ട്, 899 രൂപ ഇതിന് വിലയുണ്ട്. പക്ഷെ നമുക്ക് ഇതിപ്പോൾ ഞാൻ മേടിച്ചിട്ട് 1 കൊല്ലമൊക്കെ ആയി, ഇതിൻ്റെ പകുതി പോലും ആയിട്ടില്ല. ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ നല്ല മണം വരും. ഇതിപ്പോൾ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയ കാരണമുണ്ട് നമുക്കിങ്ങനെ വയ്ക്കാം. ഉറുമ്പ്, എട്ടുകാലി, പാറ്റ ഈ വക സംഭവങ്ങളൊക്കെ പെട്ടെന്ന് കത്തും. പിന്നെ നമ്മുടെ പല്ലിയും വരത്തില്ല. ഭയങ്കര എഫക്റ്റ് എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങളിനി ട്രൈ ചെയ്ത് നോക്കി നോക്ക്. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല എന്നല്ല പറയാം. ചിലപ്പോൾ നിങ്ങൾക്ക് ശരിയായാലും. ഇതൊരു ഓയിൽ പോലെ ഇരിക്കണ ഒരു ഓയിൽ കൺസിസ്റ്റൻസിയാണ്. ഓരോരോ കണ്ടുപിടുത്തങ്ങൾ വിചാരിക്കണ്ടാവില്ല നിങ്ങൾക്ക്. ചില ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ ഓരോരോ പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ദെൻ വി വിൽ ഫൈൻഡ് എ വേ ഓർ സൊല്യൂഷൻ. ദാറ്റ്സ് ലൈഫ്.
കുറേയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും, പിന്നെ നമ്മൾ സാച്ചുറേറ്റഡ് ആവും. അപ്പം നമ്മൾ പുതിയ പുതിയ വഴികൾ കണ്ടുപിടിക്കും. അങ്ങനൊരു വഴിയാണ് ഈ ഒരു വഴി. എൻ്റെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു സ്റ്റോർ റൂം അങ്ങനെ തുറക്കുമ്പോൾ തന്നെ ഈ പെപ്പർമിൻറ്റിൻ്റെ മണ വരിക, ഒരു വിക്സിൻ്റെ പോലത്തെ മണ വരിക. അപ്പം നമ്മളിതിങ്ങനെ ആഴ്ചയിൽ ഒരിക്കലും ഞാൻ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒതുക്കി കൂട്ടിയിടാറുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇനി മറ്റേ എന്താ പറയുക, നമ്മുടെ പല്ലിയും പാറ്റിയും സംഭവങ്ങൾ ഉറുമ്പും ഒന്നും വരില്ല കേട്ടോ. ഫുഡായിട്ട് കോണ്ടാക്റ്റിൽ വരാണ്ട് നോക്കണം, വിക്സിൻ്റെ മണ്ണെടുക്കും. അത് കാരണം കൊണ്ട് പ്ലീസ് ബി കെയർഫുൾ. അങ്ങനെ നമുക്ക് ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇത് ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല കേട്ടോ. എനിക്ക് ശരിയാവുന്നുണ്ട്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ നമ്മൾ ഈ ഒരു ബോട്ടിലിൽ ഇങ്ങനെ തന്നെ ഡൈല്യൂട്ട് ചെയ്തിട്ട് തന്നെയാണ് ചുമരും അതുപോലെ തന്നെ ബാക്കിയുള്ള ഏരിയയിലത്തെയും ഒക്കെ അഴുക്ക് കളയണതും ഈ എന്താ പറയുക ഷഡ്പദങ്ങളെ നമ്മൾ ഒഴിവാക്കുന്നതും. അപ്പോൾ ഇതുപോലത്തെ വലിയ നമ്മുടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അത് അതായത് ഇങ്ങനെ മരുന്നൊക്കെ അടിക്കുന്നത്, നമ്മൾ എന്താ പറയുക കീടനാശിനിയൊക്കെ അടിക്കില്ലടാ, കീടനാശിനി അടിക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവെ അത് ഉപയോഗിക്കാറുള്ളത്. അതിലേക്ക് ഏതെങ്കിലും നമ്മുടെ ഡിറ്റർജൻറ്റിൻ്റെ ലിക്വിഡ് സൊല്യൂഷനും അതുപോലെ തന്നെ വിനാഗിരിയും പിന്നെ നമ്മുടെ മിൻറ്റും കൂടെ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കും. ഈ പച്ചക്കർപ്പൂരം ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ല് വരും കേട്ടോ, നല്ലതുമാണ്. പക്ഷേ നമ്മളിങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാറുള്ളത്. ആ ഒരു ബോട്ടിൽ കേടായിരുന്നു, പിന്നെ ഈ ഒരു ബോട്ടിൽ യൂസ് ചെയ്തിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് അവിടെ തുടച്ച് വൃത്തിയാക്കി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്, ശ്രീ ഇവിടെ കാടിൻ്റെ ഏരിയ ഒക്കെ അല്ലേ, അത് കാരണം കൊണ്ട് എങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ ഒഴിവാക്കണേ എന്നൊക്കെ. നമ്മളിവിടെ പാമ്പും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ പന്നിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത് നമുക്കിവിടെ ഫെൻസിങ് ഉള്ള കാരണം കൊണ്ട് വലിയ രീതിയിൽ അതിൻ്റെ ആക്രമണങ്ങൾ ഉണ്ടാവാറില്ല. നമുക്ക് ഇലക്ട്രിക് വേലി ഉണ്ട്, നമ്മുടെ കാടിൻ്റെ ചുറ്റുമുണ്ട്, നമ്മുടെ ഓരോ പറമ്പിന് ചുറ്റുമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കൃഷി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓരോ പറമ്പുകാർക്കും പ്രൈവറ്റ് ആയിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് കാരണം കൊണ്ട് ഈ പ്രാണികളെ മാത്രമാണ് പേടിക്കേണ്ടോ, അവറ്റങ്ങളെ ഞാൻ ഒഴിവാക്കുന്നത് ഈ ഒരു ടെക്നിക്ക് വഴി തന്നെയാണ്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ ഹരിതകർമ്മ ചേച്ചിമാർ വരുമ്പോൾ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളിത് മടക്കി നമ്മുടേതായ ആവശ്യങ്ങൾക്ക് റീയൂസ് ചെയ്യാണ് ചെയ്യുക കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ റീസ്റ്റോക്ക് അതുപോലെ തന്നെ ക്ലീനിങ്ങിൻ്റെ 2 ദിവസം മുന്നേ ഞാൻ കടയിൽ പോകും. അപ്പോൾ നമ്മുടെ ഫഹദിയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ആ ഒരു പ്ലേറ്റും അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസും. എനിക്ക് പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഓരോന്നേ മേടിക്കുള്ളൂ, നമ്മൾ ഷൂട്ടിൻ്റെ ആവശ്യങ്ങൾക്കായി മേടിക്കുന്നതാണ് കേട്ടോ. ഞാനതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് കണക്കാക്കാറുള്ളത്. നിങ്ങൾ ചോദിക്കാറില്ലേ ശ്രീ ചേച്ചി ഈ പാത്രം എവിടെ നിന്നാണ് മേടിച്ചതെന്ന്? ഇങ്ങനെയൊക്കെ പോകുമ്പോൾ മേടിക്കണതാടോ. മാധവിക്കുട്ടിയുടെ മാനസിയാണ് കേട്ടോണ്ടിരിക്കണത് കേട്ടോ, മുഴുവൻ കേട്ടിട്ടില്ല. എനിക്ക് ചില ശബ്ദങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ശ്രീദേവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേഡത്തിൻ്റെ ശബ്ദത്തിൽ, ശ്രീലക്ഷ്മി മേഡത്തിൻ്റെ ശബ്ദത്തിൽ എനിക്ക് മാധവിക്കുട്ടി അമ്മയുടെ കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഡിഷസ് ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹെൽത്തി സംഭവങ്ങൾ മേടിച്ചായിരുന്നു. അതായത് നമ്മുടെ തീന, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇതൊക്കെ ബൗൾസ് ആക്കുക ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ജിമ്മിലൊക്കെ പോകുന്ന കാരണം കൊണ്ട് പ്രീ വർക്കൗട്ട് ഫുഡായിട്ട് കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇതിനെ സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കാറ് പതിവ്. അതായത് ഓരോ പെട്ടിയിലാക്കി വെക്കും. പെട്ടിയുടെ മുകളിൽ ഞാനൊരു സ്റ്റിക്കർ എഴുതിയിട്ട് അതിൽ എന്താണെന്ന് എഴുതി വെക്കുകയും ചെയ്യും കേട്ടോ. പച്ചക്കറിയും പലചരക്കും ഒക്കെ ഫ്രഷ് ആയിട്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ചില സമയങ്ങളിൽ നമുക്കിവിടെ ഇത് അവൈലബിൾ അല്ലാണ്ട് വരും. അപ്പോൾ ഓടണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 10 കിലോമീറ്ററെങ്കിലും ഓടണം. അപ്പോൾ ഇതിങ്ങനെ മേടിച്ച് സ്റ്റോക്ക് ചെയ്യലാണ് പതിവ് കേട്ടോ. അമൃതം പൊടി കഴിക്കുന്നവരുണ്ട് എപ്പോഴും, ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. ശ്രീകുട്ടനോട് ലാത്തി അടിച്ചിട്ടൊക്കെയാണ് പരിപാടികളൊക്കെ നമ്മൾ നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ 5-6 ബോക്സ് ഉണ്ട് എനിക്ക്. അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഡെയിലി കറി വയ്ക്കാനൊക്കെ ആയിട്ട്. ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചോന്നല്ല പറഞ്ഞ ടീച്ചർ തന്നല്ലേ ഹിന്ദിക്ക്. ഇടയ്ക്കിടയ്ക്ക് ലുലുവിൽ പോകുമ്പോൾ ഇതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വയ്ക്കുന്ന പരിപാടി എനിക്കുണ്ട് കേട്ടോ. അങ്ങനെ മേടിച്ച് വെച്ചതാണ് നമ്മുടെ ഈ ടവൽ എന്ന് പറയുന്നത്. ഇത് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തൊരു ടവലാണ്. 99 രൂപയ്ക്ക് ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മേടിച്ച് വെച്ചതാണ്. പിന്നെ ശ്രീകുട്ടനും കൂടെ കൂടി അവൻ്റെ അടുത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവൻ്റെ ബുക്കൊക്കെ നടുവേജൊക്കെ കീറിക്കൊണ്ട് വരും. അതൊക്കെ ഒട്ടിച്ചു കൊടുത്തൊക്കെ നമ്മളിങ്ങനെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മമാരെ നമ്മളിങ്ങനെ പിള്ളേരെ ഇങ്ങനെ സ്ക്രീനിൽ കാണുമ്പോഴാണ് ഞാൻ ശ്രീകുട്ടൻ എത്രമാത്രം വലുതായെന്ന് ആലോചിക്കണം. ഇങ്ങനെ അവൻ 2-3 വയസ്സുള്ളപ്പോൾ കണ്ടതല്ലേ, ഇപ്പോൾ എത്രയായില്ല, എൻ്റെ എത്രയായി ഈശ്വര. അതൊക്കെ പോട്ടെ. ഇത് നമ്മൾ നമ്മുടെ ലുലുന്ന് മേടിച്ച 199 രൂപയ്ക്ക് 299 രൂപയ്ക്ക് മേടിച്ച നമ്മുടെ ഈ വറുത്തിടാനുള്ളൊരു പാത്രമാണ്. പിന്നെ എനിക്ക് ഈ ഒരു അഗർബത്തി ഇല്ലേ, ചന്ദനത്തിരി, അതിൻ്റെ മണം ഒരുപാട് ഇഷ്ടമായിട്ടോ. നമ്മുടെ പണ്ടത്തെ സുപ്പാരി ഇല്ലേ, അതിൻ്റെ പണമൊക്കെ എനിക്ക് ഒന്നാമത്തെ ഈ നൊസ്റ്റാൾജിക്ക് എന്നല്ല, എല്ലാ മണങ്ങളും കേട്ടാൽ ഈ നൊസ്റ്റാൾജി അടിക്കുന്നത് ഒരു ശീലമാണ്. അങ്ങനെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വലിയ പെട്ടിയിലാക്കിയിട്ടുണ്ട്. അരിയും നമ്മളിതുപോലെ പെട്ടിയിൽ തന്നെയാണ് ഇട്ട് വയ്ക്കുന്നത്. ഈ പെട്ടി നമ്മൾ ഹോം സെൻറ്ററിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ.
ഹോം സെൻറ്ററിൽ നിന്നല്ല, ഹോം പ്ലസിൽ നിന്ന് മേടിച്ചതാണ് മണ്ണുത്തിയിൽ. ഇതുപോലത്തെ വലിയ വലിയ പെട്ടികളിലാക്കി വെക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് പല്ലി പാറ്റി വക സംഭവങ്ങളൊന്നും നമ്മുടെ പല്ലിയാണ് ഇവിടെ ഉള്ളത്, പാറ്റൊന്നുമില്ല നമ്മുടെ വീട്ടിൽ. പിന്നെ ഉറുമ്പാണ് വരിക, കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകൾ വരും. പക്ഷെ നമ്മുടെ ഈ ഒരു മിൻറ്റ് സ്പ്രേ അടിച്ചിട്ടുണ്ടെങ്കിൽ, പെപ്പർമിൻറ്റ് സ്പ്രേ അടിച്ചിട്ടുണ്ടെങ്കിൽ അതും പൊക്കോളും. പിന്നെ ഈ വലിയൊരു ഡബ്ബി ഉണ്ടല്ലോ, നമ്മൾ തുണികൾ ഇട്ട് വെക്കാനായിട്ട്, അതായത് അഴുക്ക് തുണികൾ ഇട്ട് വെക്കാനായിട്ട് റൂമിൽ വെക്കുന്നതാണ്, ഒരു മൂലയിൽ അതുണ്ടാവും. അപ്പോൾ അതിൽ കൊണ്ട് തുണികൾ ഇട്ടിട്ട് നമ്മൾ അതങ്ങനെ കൊണ്ട് വാഷിംഗ് മെഷീനിൽ ഇടാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഏരിയ ഒക്കെ നമുക്ക് ChatGPT പറഞ്ഞ പോലെ തന്നെ വൃത്തിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാം കൊണ്ട് ഡംപ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടാവില്ലേ, അതാണ് എൻ്റെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇവിടെ സാധാരണ സ്പൂണും സംഭവങ്ങളൊക്കെയാണ് വെക്കാറുണ്ടെന്നുണ്ടെങ്കിൽ ഞാനെല്ലാം കൊണ്ട് ഇതിലിടാണ് അത് പതിവ്. പിന്നെ ഈ പരിപ്പ്, കടല, പയർ ഈ വക സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് അധികമായിട്ട് കഴിക്കുന്നത്. അത് കാരണം വെള്ളക്കടലയൊക്കെ നന്നായിട്ട് സലാഡ് ഉണ്ടാക്കി കഴിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഈ ബൂസ്റ്റൊന്നും ഞാൻ അധികം പാത്രങ്ങളിൽ ഇട്ട് വെക്കില്ല, എപ്പോഴും നമ്മുടെ ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണ് പതിവ്. അപ്പോൾ കട്ടയാവില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വിശന്നു. ഇപ്പോൾ കാലത്ത് എണീറ്റ് പരിപാടി തുടങ്ങിയതാണ്. ഈ കിച്ചൺ വൃത്തിയാക്കിയിട്ടേ ബാക്കി പരിപാടികൾ ചെയ്യണുള്ളൂ എന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഓട്സ്, നമ്മളിതുപോലെ തന്നെ എന്താ പറയുക, കുറച്ച് ഡ്രൈ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും അതോടൊപ്പം തന്നെ പഴവും അരിഞ്ഞിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കും. എന്നിട്ട് അത് കഴിക്കുകയാണ് ചെയ്യാട്ടോ. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു മനസ്സമാധാനം കിട്ടും. പിന്നെ നമ്മുടെ കിച്ചണിലുള്ള വേറൊരു സംഭവമാണ് മരുന്ന് പെട്ടി. ഈ മരുന്ന് പെട്ടിയാണ് വല്ലൂരിലെ എല്ലാവരുടെയും രോഗം മാറ്റുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിലില്ലാത്ത മരുന്നുകളില്ല. ഇനിയിപ്പോൾ ചെറിയൊരു സർജറി നടത്തണമെന്നുണ്ടെങ്കിലും ആ മരുന്ന് പെട്ടി എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനത് ചെയ്യും എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഏരിയാസിലത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി, എന്തിന് നമ്മുടെ തീറ്റ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്, കൃത്യമാക്കൽ വേറൊരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ശ്രീകുട്ടൻ വീണ്ടും വന്നിട്ടുണ്ട് വിശേഷങ്ങൾ പറയാൻ വേണ്ടി. ഇടയ്ക്കിടയ്ക്ക് ആൾ വന്ന് ഒത്തിച്ചു നോക്കും ഇതെന്തായിരുന്നു. അമ്മയുടെ കറിയുടെ പേരാവതല്ലേ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി അമ്മയെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ വാരിക്കൂട്ടി ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറുപ്പത്തിൽ ഇവൻ ചെറുതായിട്ടിരിക്കുമ്പോഴേ ഇതുപോലെ പെയിൻ്റ് അടിക്കാനൊക്കെ എൻ്റെ കൂടെ കൂടുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ, ഇപ്പോൾ ഈ കൊച്ചിതൊന്നും ചെയ്യണില്ല എന്ന്. ഇപ്പോൾ ഞാൻ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു തുടങ്ങി, എൻ്റെ കൂടെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അവനെ വിളിച്ച് ചെയ്യിപ്പിച്ചു തുടങ്ങി. ഇപ്പോൾ ചെടി നടലായാലും അല്ലെങ്കിൽ മണ്ണിൽ കയറ്റി വാരലായാലും താമര പറിച്ച് നടുമ്പോഴായാലും ഒക്കെ ഞാനിങ്ങനെ അവനെ വിളിക്കും. അവനും കൂടെ കണ്ട് അറിഞ്ഞ് തൊട്ട് വളരട്ടെ എന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് ഏകദേശം വൃത്തിയായിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ വൃത്തിയാക്കാനും മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ പലചരക്ക് സാധനങ്ങളൊന്നും സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സൺഡേ ആയ കാരണം കൊണ്ട് വേറെ ഒന്നും ചെയ്യാല്ലാത്ത കാരണം കൊണ്ട് ഈ വക പരിപാടികളൊക്കെ എല്ലാവരും കൂടെ അങ്ങോട്ട് നിർത്തി ചെയ്യുന്നു മാത്രം. ബാക്കിയും കടയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം, അതും കഥയും കേട്ടുകൊണ്ട്. ഇവിടെ ഇങ്ങനെ വൃത്തിയാക്കി ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. എല്ലാവരും പറയും വൃത്തിയാക്കി ഇടാനാണ് ദേഷ്യമെന്ന്. എനിക്ക് വൃത്തിയാക്കി ഇടാൻ ഇഷ്ടമാണ്. ഞാൻ വൃത്തിയാക്കി ഇട്ട സ്ഥലങ്ങൾ വേറെ ആരെങ്കിലും മോശമാക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരാറുള്ളത് കേട്ടോ. ദേഷ്യം വരില്ല, ഞാൻ നല്ല വഴക്കും പറയും. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കബോർഡുകളൊക്കെ ഒന്ന് വൃത്തിയാക്കാം, പാത്രങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വയ്ക്കാം. പിന്നെ നമ്മുടെ ഗ്യാസ് ഒന്ന് വൃത്തിയാക്കാം. ഗ്യാസ് ഞാൻ എന്നും വൈകുന്നേരം വൃത്തിയാക്കിയിട്ട് തന്നെയാണ് കിടക്കാറുള്ളത് കേട്ടോ. നമ്മുടെ ഈ ഒരു ചെറിയ ബ്രഷ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ഗ്യാസിൻ്റെ ഉള്ളിലേക്കൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ വീണിട്ടുണ്ടാവുക. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കും. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ എപ്പോഴും ഈ ഷോർട്സൊക്കെ കാണുന്നത് നമ്മുടെ എന്നും ഡെയിലി നമ്മുടെ വിശേഷങ്ങൾ അറിയുന്ന ആൾക്കാരാവില്ല, പല ആൾക്കാരായിരിക്കും. അപ്പോൾ വിചാരിക്കില്ല ഇതെന്താ ഒരു വൃത്തിയില്ലാത്ത വെടുപ്പെന്ന്, ആ വെടുപ്പല്ലാത്ത ഒരു അടുപ്പ് എന്ന്. അത് കാരണം കൊണ്ട് അതൊക്കെ വെടുപ്പാക്കിയിട്ട് വെക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കും നമ്മൾ. മാത്രമല്ല നമ്മുടെ ഗ്യാസിൻ്റെ ഉള്ളിലത്തെ ഒരു നോബ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മുടെ പിന്നുകൊണ്ട് കുത്തി ഗ്യാസിൻ്റെ ഫ്ലോ സ്ഥിരീകരിക്കാറുമുണ്ട് ഇന്ന് വൈകുന്നേരം. ആവശ്യമില്ല. പിന്നെ നമുക്ക് ഗ്യാസ് പൊട്ടിത്തെറിക്കാൻ പരിപാടികളൊന്നും വരില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസ് അടുപ്പിരിക്കുന്നത് വീടിൻ്റെ പുറത്താണ്. ഇതാണ് നമ്മുടെ ചിമ്മിനിക്ക് നമ്മൾ മേടിച്ചിട്ട് നമ്മളിപ്പോൾ വീട്ടിൽ വന്നിട്ട് 4 വർഷമായിട്ടോ. ഇംഗ്ലണ്ടിൻ്റെയാണ് ഐറ്റംസൊക്കെ ഉള്ളത്, ഹോബും ചിമ്മിനിയും ഒക്കെ. അതിനൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ. ഇവൻ ഞാൻ ഒരാവശ്യമില്ല എന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിലേക്ക് മേടിച്ചൊരു സാധനമായിരുന്നു നമ്മുടെ ഓവൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ വീട്ടിലെ ഏറ്റവും ഉപകാരമുള്ള സാധനമാണ് ഓവൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ചൂടാക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറും 30 സെക്കൻഡ് മതി നമുക്ക് അടിപൊളിയായിട്ട് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ചിമ്മിനിയൊന്നും വലിയ കാര്യമായിട്ട് ഇപ്പോൾ മീൻ വറക്കുമ്പോഴും അങ്ങനെ എന്തെങ്കിലും പൊരിക്കുമ്പോഴൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ 2 ജനല, ഒരു 4-5 ജനലിന് എൻ്റെ അടുക്കളയിൽ തന്നെ അല്ല 1 2 3 4 6 പാളി ജനലും പിന്നെ 7 8 9 10 പാളി ജനലൊക്കെ ഉണ്ട് 2-3 കിച്ചണിലൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാം കത്തിച്ചൊക്കെ നോക്കി സെറ്റാണ്. അപ്പോൾ ആവശ്യത്തെ പരിപാടികൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വശത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ വീണ്ടും വൈകുന്നേരമായി. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടല്ലോ, മൈദയും മുട്ടയൊക്കെ കലക്കിയിട്ടുള്ളത്, അതുണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഇതേ എനിക്ക് ഈ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ കുക്കിംഗ് ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ്. എന്നാലും വിശപ്പ് അനുവദിക്കാതാവുമ്പോൾ ഈ വക തട്ടിക്കൂട്ട് പരിപാടികൾ ചെയ്ത് ശ്രീകുട്ടനെ നമ്മൾ ഒതുക്കി വിടും. ഭാഗ്യം ഉണ്ടെങ്കിൽ നടക്കില്ല, ഭാഗ്യന് ചോറും കറികളൊക്കെ തന്നെ
തന്നെ വേണം. പിന്നെ അതൊന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. ഇതുകൊണ്ടും പിന്നെ ശ്രീകുട്ടൻ മാഗി ഉണ്ടാക്കിക്കൊണ്ടും ഒക്കെയാണ് ഇന്നത്തെ ദിവസം കഴിച്ചു കൂട്ടിയിട്ടുള്ളത്. വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ പോവാം, അല്ലെങ്കിൽ ചേച്ചിയുടെ അടുത്ത് പോവാം എന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മുടെ പ്രീതിയുടെ മിക്സിയാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അതൊന്ന് മാറ്റി അവിടെ ചെറിയൊരു വുഡിൻ്റെ ഈ ഒരു എന്താ പറയുക ഇതിന് ഒരു ഓർഗനൈസർ അല്ലേ, അത് വെച്ചിട്ട് അതുമ്മ ഈ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്നോട് എല്ലാവരും എന്നും ചോദിക്കാറുള്ളതാണ് ഈ ബുദ്ധൻ്റെ തല, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പൂച്ചക്കുട്ടിയുടെ തലയൊക്കെ ഇവിടുന്ന് മേടിച്ചതെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്ഥലം വരെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കുക, ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. ആ ഒരു ഹാങ്ങർ ഉണ്ടല്ലോ, അത് നല്ലതാണ് കേട്ടോ. അത് നമുക്ക് നമ്മുടെ കബോർഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ അതുമ്പോൾ നമ്മുടെ തുണികളൊക്കെ ഹാങ് ചെയ്തിടാം. എപ്പോഴും നമുക്ക് കൈ തുടയ്ക്കാം. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വൃത്തികേടാവില്ല എന്നുള്ളതാണ്, ഒരു തുണി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഫൈനലി നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് പാത്രമൊക്കെ വൃത്തിയാക്കി നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കി ChatGPT പറഞ്ഞ പോലെയുള്ള രീതിയിലുള്ള ഒരു കിച്ചണാക്കി എടുക്കാനുള്ള ചെറിയ പരിശ്രമത്തിൻ്റെ ഇടയിൽ ആ കിച്ചൺ മൊത്തത്തിൽ നിങ്ങൾക്ക് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ChatGPT പറഞ്ഞതിനേക്കാൾ അടിപൊളി കിച്ചണായിട്ടില്ലേ നമ്മുടെ. അങ്ങനെ ഫൈനലി വല്ലപ്പോഴൊക്കെ ഇതുപോലെയുള്ള നമുക്കിഷ്ടമല്ലാത്ത പരിപാടികളാണെങ്കിൽ കൂടി ഇതുപോലെയുള്ള കുറച്ച് ChatGPTയും ജെമിനിയും ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ഇതുപോലെ അടിപൊളിയാക്കി എടുക്കാം. പിറ്റേ ദിവസം ഞാൻ നേരെ ചേച്ചിയുടെ അടുത്തേക്ക് വിട്ടു കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ, കുറച്ച് ചെടികൾ മേടിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ചെടി മേടിക്കാൻ പോവാ. ചെടി മേടിക്കാൻ ഞാനും ചെടി ടീമുണ്ട് കേട്ടോ. പറഞ്ഞ കാരണേ ഫോട്ടോ കുഞ്ഞാ. നമ്മുടെ ശ്രീകുട്ടനെ കുഞ്ഞിൻ്റെ അടുത്താക്കിയിട്ടാണ് കേട്ടോ നമ്മൾ പോണത്. മണ്ണുത്തിക്കാണ് നമ്മൾ പോണത്. പതിവ് പോലെ തന്നെ ചെടികൾ മേടിക്കാൻ വേണ്ടിയിട്ട്. അമ്മയ്ക്കും ചേച്ചിക്കും കൂടെ വരണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ഒല്ലൂർ പോയിട്ട് അവരെയും കൂട്ടിയിട്ട് നമ്മൾ മണ്ണുത്തിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എൻ്റെ പോലെ തന്നെ ഒരുപാട് സ്ട്രെസ്സിലും ടെൻഷനിലും പിന്നെ പ്രത്യേകിച്ച് എൻ്റർടൈൻമെൻ്റ് ഒന്നും ജീവിതത്തിൽ ഇല്ലാണ്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടെങ്കിലും കുറച്ച് നിമിഷങ്ങൾ നമ്മൾ സ്പെൻഡ് ചെയ്യുക, അവരെയൊക്കെ കൂടെ കൂട്ടുക നമ്മുടെ സന്തോഷങ്ങളിൽ നിന്നുള്ളത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇത്രയും മനോഹരമായിട്ടുള്ള പൂക്കൾ കാണാൻ ആഗ്രഹിക്കുന്നവരെ കൂടെ കൂട്ടുക എന്നുള്ളത്. അവിടെ ചെന്നപ്പോൾ നമ്മൾ അടീനിയത്തിൻ്റെ സെക്ഷനിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇത് മണ്ണുത്തിയിലെ എല്ലാ ഷോപ്പുകളിലും ഇപ്പോൾ കിട്ടും കേട്ടോ. ഇപ്പോൾ സീസണായ കാരണം കൊണ്ട് അത്യാവശ്യം നല്ല വിലയിലാണുള്ളത്. 200 രൂപയാണ് ഏറ്റവും ചെറിയ ചട്ടിക്കായിട്ടുള്ളത് കേട്ടോ. ഞാനൊരു 5-6 മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നടണ വീഡിയോ നമ്മൾ ഉടനെ ഇടുന്നതായിരിക്കും. അമ്മയും ചേച്ചിയും കൂടെ അത് മേടിക്കാം ഇത് മേടിക്കാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്കിത് മുന്നേ ഒരുപാട് വട്ടം കണ്ടിട്ടുള്ള കാരണം കൊണ്ട് എനിക്കറിയാം ഇതാണ് ഇവിടുത്തെ സംഭവം. ആക്ച്വലി ഇപ്രാവശ്യം പൂ കുറവായിരുന്നു കേട്ടോ. ഓട്ടമ്മ പൊട്ടിച്ചതല്ല കേട്ടമ്മ, താഴത്തുനിന്ന് എടുത്തതാ. ഈ ചട്ടിക്ക് എത്രയാണാവോ? അടീനിയത്തിൻ്റെ മദർ പ്ലാന്റ് ഒരു സൈഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുമൊന്ന് നമ്മൾ നമ്പർ നോക്കിയിട്ട് ആ നമ്പറിലുള്ള കുഞ്ഞ പ്ലാന്റ് സെലക്ട് ചെയ്യലാണ് ഇവിടുത്തെ പരിപാടി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തില്ല. സന്തോഷമായിട്ടുണ്ടാക്കും. എന്താ രണ്ടാളുടെയും സന്തോഷമല്ലേ? ആ സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ 2 വലിച്ചു വരി ഞാനും പോയത് കേട്ടോ. എനിക്കിങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് ചിരി കാണാന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇവൻ എൻ്റെ മുഖത്ത് വിരിയുന്നതിനേക്കാൾ അധികം, എസ്പെഷ്യലി നമ്മുടെ അമ്മേനെയും ചേച്ചിയും ബാക്കിയുള്ള ഞങ്ങളുടെ ആ ഒരു ക്ലോസ്റ്റർ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ. ഇത് എല്ലാവർക്കും ഉള്ള പരിപാടിയാണെന്ന് എനിക്കറിയാം, എന്നാലും നമുക്ക് ഭയങ്കര ആസ്വദിക്കാൻ പറ്റുന്ന നിമിഷങ്ങളാണല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് പ്ലാന്റ്സ്, വീടിൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് എപ്പോഴും എനിക്ക് പ്ലാസ്റ്റിക്കാണ് താല്പര്യം. പ്രത്യേകിച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഏരിയയിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ ചെടികളെ വേദനിപ്പിക്കുന്നതോട് ഒട്ടും താല്പര്യമില്ല. പ്രത്യേകിച്ച് അകത്ത് കൊണ്ടുവച്ച് വെളിച്ചമില്ലായിട്ട് ആറ്റുകളെ ഈ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിനോട് അശേഷമില്ല. അപ്പോൾ ചേച്ചി ആ ഒരു പ്ലാന്റ് പിടിച്ചിട്ട് അത് മതി പാളോ എന്ന് പറഞ്ഞിരിക്കായിരുന്നു. അങ്ങനെ അവസാനം അതും പിന്നെ വേറൊരു പ്ലാന്റും എടുത്തു. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി നമ്മൾ ചെടികളൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ച് കുറച്ച് ദിവസം ചേച്ചിയുടെ കൂടെ അടിച്ച് പൊളിച്ചിട്ടാണ് ഞാൻ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതാണ് എൻ്റെ കുട്ടി വ്ളോഗ് എന്ന് പറയുന്നത്. കുറേ ദിവസമായി നമ്മൾ വ്ളോഗൊക്കെ ഇട്ടിട്ട് ഞാനങ്ങനെ ഷോർട്സ് കറണ്ടായിട്ട് ഇടുന്ന കാരണം കൊണ്ടാണ് കേട്ടോ. എല്ലാ വിശേഷങ്ങളും ഷോർട്സിൽ ഉൾക്കൊള്ളിക്കുന്ന കാരണം കൊണ്ടാണ് ലോങ് വീഡിയോ ഒഴിവാക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ ചെടികളൊക്കെ നടുന്നതായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ശ്രീജ, ഈ ഒരു കാര്യം പറയാൻ മറന്നു. നമ്മൾ ഒല്ലൂർ പെരുന്നാളിൻ്റെ ആ ഒരു അവസരത്തിലാണ് ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒല്ലൂർ പെരുന്നാൾ വൈകുന്നേരം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ സിനിമയും കാണാൻ പോയിട്ടുണ്ടായിരുന്നു. കുഞ്ഞൻ കോതമംഗലത്ത് നിന്ന് വരുമ്പോഴാണ് നമ്മൾ സിനിമ കാണാനായിട്ട് പൊതുവെ ദിവസങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ എറ കണ്ടു, അടിപൊളി മൂവിയായിരുന്നു, പ്രേതപടം. പിന്നെ പ്രത്യേകിച്ച് തിയേറ്ററിൽ പോകുമ്പോൾ കൂവി വിളിച്ച് നമ്മുടെ ആ ഒരു രസം കെടുത്താണ്ടിരിക്കുക. എല്ലാവരും പൈസ കൊടുത്ത് വരുന്നത് ആകാംക്ഷയോട് പേടിക്കാനൊക്കെ വേണ്ടിയിട്ടല്ലേ. അപ്പം അത് നമ്മൾ മനസ്സിൽ വയ്ക്കുക.
പരിപാടി കൊള്ളാം, സിനിമ നന്നായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭൂതകാലം കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഭൂതകാലം കാണാൻ പോയിട്ട് ഇത് കാണുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ പുല്ലൂർ പള്ളി പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം അടിച്ച് പൊളിച്ച് അന്നത്തെ ദിവസം എൻജോയ് ചെയ്തു. അപ്പോൾ അടുത്ത വീഡിയോയിലാണ്. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. ശ്രീജ.